വണക്കം. നമുക്കറിയാം തമിഴ്നാട്ടിൽ തമിഴ് മണ്ണ്, തമിഴ് വീരം, തമിഴ് മക്കൾ, തമിഴ് മനിതൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വേട്ടാൾ വെളിയന്മാർ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇവന്മാരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറഞ്ഞാൽ വിഘടനവാദമാണ്. അതായത് തമിഴ്നാടിന് ഇന്ത്യയുമായിട്ട് യാതൊരുവിധ ബന്ധവും പാടില്ല, തമിഴ്നാടിനെ ഒരു പ്രത്യേക രാജ്യമായി അല്ലെങ്കിൽ തമിഴ്നാടിനെ ഒരു പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാരെല്ലാം നടക്കുന്നത്. നമ്മളൊക്കെ ദ്രാവിഡന്മാരാണ്, നമ്മുടെ തൊലി കണ്ടോ കറുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഇവന്മാരെ മതമൗലികവാദികൾ ഏറ്റെടുത്തു. അവന്മാരെന്തിനാണ് ഏറ്റെടുക്കുന്നത്? കട്ടിംഗ് സൗത്തിന് വേണ്ടിയാണ് അവന്മാർ ഏറ്റെടുക്കുന്നത്. പോരാത്തതിന് കർണാടക, ആന്ധ്ര, തെലങ്കാന, പിന്നെ കേരളം ഇതെല്ലാം തന്നെ ദ്രാവിഡ മണ്ണാണ്. പിന്നെ ഗോവ പോകാൻ പറയാം, അവിടെ BJP ആണ് ഭരിക്കുന്നത്, അവിടെ ഇതിൻ്റെ ഒന്നും ഒരു സ്കോപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോവയെ മാറ്റി നിർത്തി. ഗോവ സൗത്ത് ഇന്ത്യയല്ല, ഗോവയെ സൗത്ത് ഇന്ത്യയിൽ ഞങ്ങൾ ഉൾപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ നിൽക്കുന്നത്. ഇപ്പോൾ കർണാടക BJP ഭരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും ആര്യൻ വംശജർ വന്ന് ആര്യൻ വംശജർ കുത്തവച്ചിരുന്നു കൊണ്ട് അവിടെ പ്രജനനം നടത്തിയിട്ട് പോയതാണ് എന്ന് ഇവന്മാർ വാദിക്കുമായിരുന്നു. എന്തായാലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലാത്തവയെല്ലാം തന്നെ ദ്രാവിഡ മണ്ണാണ് എന്ന് പറഞ്ഞ് കട്ടിംഗ് സൗത്തിന് വലിയ രീതിയിൽ വെള്ളവും വളവും നൽകുന്ന കുറേ ടീം നമ്മുടെ നാട്ടിലുണ്ട്. ഈ തമിഴ്നാടാണ് വിഘടനവാദത്തിന് ബെസ്റ്റ് മണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലവുമാരി നിന്നിരുന്നു. 2014 ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നു. ഈ തമിഴ്നാട്ടിലെ തമിഴ് മണ്ണ്, തമിഴ് മനിതൻ, തമിഴ് വീര്യം എന്നൊക്കെ പറയുന്ന ഈ സാധനം നരേന്ദ്രമോദി അങ്ങ് ഏറ്റെടുത്തു. നരേന്ദ്രമോദി ഏറ്റെടുത്തപ്പോൾ ഇവന്മാർക്ക് തമിഴ് മണ്ണുമില്ല, തമിഴ് മനിതനും ഇല്ല, തമിഴ് വെള്ളവും ഇല്ല, തായ് തമിഴ്, തന്തൈ തമിഴ് ഇതൊന്നുമില്ല. നരേന്ദ്രമോദി അവിടെ ഷീ ജിൻപിങ്ങിനെ കൊണ്ടുവന്നു. ഷീ ജിൻപിങ്ങിനെ മഹാബലിപുരത്ത് കൊണ്ടുവന്ന് തമിഴിൻ്റെ പ്രകീർത്തി വർദ്ധിപ്പിച്ചു. പോരാത്തതിന് നരേന്ദ്രമോദി തമിഴിൽ സംസാരിച്ചു, തമിഴിൻ്റെ ഡ്രസ്സ് ഇട്ടു. ഇതെല്ലാം ഇട്ടുകൊണ്ട് വന്നപ്പോഴും ഇവന്മാർ മൈൻഡ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. അവസാനം നമ്മുടെ ചെങ്കോലുണ്ടല്ലോ, ആ ചെങ്കോല്, അതായത് നമ്മുടെ ബ്രിട്ടീഷും, അതായത് ബ്രിട്ടൻ ഇന്ത്യ വിട്ട് പോകുമ്പോൾ, ബ്രിട്ടൻ ഇന്ത്യ വിട്ട് പോയി എന്നുള്ളൊരു തെളിവ് വേണമല്ലോ എന്ന് നെഹ്റു പറഞ്ഞപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, തമിഴ്നാട്ടിലെ ചെങ്കോല് കൊണ്ടുവന്നിട്ട് അത് ബ്രിട്ടീഷുകാർ നെഹ്റുവിന് കൈമാറും. അങ്ങനെ നെഹ്റുവിന് കൈമാറുന്നതിലൂടെ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നൊരു സെറ്റപ്പാണത്. അതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊണ്ടുവന്ന് തമിഴ്നാടിൻ്റെ സ്വത്വം എന്നുള്ള രീതിയിൽ എവിടെ വെച്ചു? ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ചു. അപ്പോഴവന്മാർ അതിനെ എതിർത്തു. എന്തിനാണ് വെക്കുന്നത്? അതുവരെ തമിഴന്മാരെ മുഴുവൻ നരേന്ദ്രമോദി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പിടിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഇവന്മാരുടെ പ്രധാനപ്പെട്ട വാദം. ഹിന്ദി തിരിയാതെ പോടാ എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിനൊക്കെ ഉണ്ടല്ലോ, നരേന്ദ്രമോദി ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു. എന്തിനാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത്? ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ പാല് വന്നപ്പോൾ ആ പാലിൻ്റെ കവറിൽ ഹിന്ദിയിൽ പ്യാൽ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാക്കിയാണ്. അതായത് സിമ്പിളായിട്ടുള്ള സില്ലി കേസൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. സ്റ്റാലിൻ ഇതിൻ്റെ ഉസ്താദായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തമിഴ് വികാരം സൂണ്ടിവിട്ട് അവിടെയുള്ള ആൾക്കാരെ എല്ലാം കൂടെ കത്തിച്ച് നിർത്താൻ സ്റ്റാലിൻ നല്ലപോലെ ശ്രമിച്ചിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ കുത്തിത്തിരിപ്പ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് നരേന്ദ്രമോദി അവിടെ അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇറക്കിയത്. അതോടുകൂടി തമിഴ്നാട്ടിനകത്ത് തന്നെ, തമിഴ്നാട് എന്ന് പറയുന്നത് ഒറ്റ നാടല്ല, ഇത് വേറെയുണ്ട്. കുങ്കനാട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം, മറ്റേ നാട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിനകത്ത് തന്നെ ഇവരെന്ത് ചെയ്തു? സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സംസ്ഥാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭീകരമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അഴിച്ചുവിട്ടു. ഈ ക്യാമ്പയിൻ കണ്ടതും സ്റ്റാലിൻ കിടുങ്ങിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എടീ, നമ്മളെ ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുന്നു, അപ്പം നമ്മളെ പിരിക്കാനായിട്ട് നീ ശ്രമിക്കുന്നത്, നിങ്ങളെ പിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്? നമ്മൾ കുങ്കനാടാണ്, അതുകൊണ്ട് നമുക്ക് കുങ്കനാടായതുകൊണ്ട് ഈ കോയമ്പത്തൂരൊക്കെ വരുന്ന പ്രദേശം ഉണ്ടല്ലോ, ആ കുങ്കനാടായതുകൊണ്ട് നമുക്ക് കുങ്കനാട് പിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അതോടുകൂടിയാണ് ഇതൊന്ന് അടങ്ങിയത്. പിന്നെ ഈ തമിഴ് മറ്റതും കൊണ്ടുവരുന്നത് എന്താണ്? തമിഴ് വേവും കൊണ്ടുവരുന്നത് അത്ര വെന്തില്ല. പോരാത്തതിന് ഈ തമിഴ്നാട്ടിൽ തന്നെ പച്ചത്തമിഴൻ, മഞ്ഞത്തമിഴൻ, നീലത്തമിഴൻ, ചുവന്ന തമിഴൻ എന്ന് പറഞ്ഞ് തമിഴന്മാരുടെ ഒരു ഡസൺ കണക്കിന് വ്യത്യസ്തമായിട്ടുള്ള തമിഴന്മാർ തമിഴ്നാട്ടിൽ കറങ്ങി തിരിഞ്ഞ് അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ മലയാളികളുണ്ടല്ലോ, നമ്മുടെ മലയാളികൾ, അതായത് പ്രത്യേകിച്ച് സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും തമിഴൻ്റെ സ്വത്വമാണ്, അതിനെ പിരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവന്മാർ, തമിഴന്മാർ നമ്മുടെ കേരളത്തിൽ പണിക്ക് വരുമ്പോൾ ആ തമിഴന്മാർ എന്താണ് വിളിക്കുന്നതെന്ന് അറിയാമോ? അണ്ണാച്ചി, പാണ്ടി, ഇങ്ങനെയുള്ള റേസിസ്റ്റ് പദങ്ങളാണ് യവന്മാർ ഉപയോഗിക്കുന്നത്. യവന്മാർ മറ്റേ ബ്രാഡ് പിറ്റിൻ്റെ മക്കളെ പോലെയാണ്, അല്ലെങ്കിൽ അറബിയിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ ഡിസെൻറ്റ് വന്നതുപോലെയാണ് യവന്മാരുടെ സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന യവന്മാർക്ക് പെട്ടെന്ന് മലയാളത്തിലെ കമ്മി സുഡാപ്പികൾക്കും പെട്ടെന്ന് തമിഴിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം അങ്ങ് ഉടലെടുത്തു. അങ്ങനെ നമ്മുടെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തുന്നു. മദ്രാസ് ഹൈക്കോടതിയിൽ എത്തിയ ഹർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ഒരു പ്രത്യേക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വേട്ടാവളിയും ഇത് കൊണ്ട് എവിടെ വെച്ചത്? മദ്രാസ് ഹൈക്കോടതിയിൽ വച്ചത്. മദ്രാസ് ഹൈക്കോടതി ഇത് പരിഗണിച്ചു. തമിഴ്നാട് രാഷ്ട്രമാക്കണമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. തമിഴ്നാടിനെ ഒരു പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന പ്രസ്താവനയുടെ പ്രസിദ്ധീകരണം ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ തമിഴ്നാടിനെ പ്രത്യേക രാഷ്ട്രമാക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞൊരു പ്രത്യേക സ്വത്വം അവന്മാർക്ക് വേണം എന്നാണല്ലോ അവന്മാർ പറയുന്നത്. അങ്ങനെ വേണമെന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. അതായത് ഇന്ത്യയിൽ നിന്നൊരു സംസ്ഥാനത്തിനെ പിരിച്ചെടുത്ത്
വേറൊരു രാജ്യമാക്കണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാജ്യദ്രോഹ കുറ്റമാണ്. അങ്ങനെ ഒരു രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെയും ഹർജികൾ അവിടെ വന്നു. കോടതി ഇതെടുത്ത് നല്ലതുപോലെ വായിച്ചിട്ട് കോടതി ഇങ്ങനെ പറഞ്ഞു ഇതിപ്പോൾ ശരിയാക്കി തരാം, ഇതിൽ രാജ്യദ്രോഹ കുറ്റമൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ രാജ്യദ്രോഹ കുറ്റമാക്കണം എന്ന് പറഞ്ഞ ഹർജിക്കാർ ഒന്ന് നിരാശപ്പെട്ടു. രണ്ടാമത്തെ കോടതിയുടെ വാക്കാണ് പൊളിച്ചത്. ഇത് കൊണ്ടുവന്നവന് ഒരു ഷോക്ക് കൊടുത്ത് വിട്ടാൽ മതി എന്നാണ് കോടതി പറഞ്ഞത്. അതായത് ഇത് കൊണ്ടുവന്നവന് തലയ്ക്ക് സുഖമില്ല, ഇവന് നെല്ലിക്കാത്തളം വയ്ക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് രാജ്യദ്രോഹ കുറ്റമായിട്ടൊന്നും കണക്കാക്കണ്ട, ഇവൻ വെറും മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞ് മദ്രാസ് ഹൈക്കോടതി ഒരു വിധി കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവൻ മാനസിക രോഗി മാത്രമല്ല, ഇവനൊരു പൊതുശല്യം കൂടെയാണ് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തമിഴ്നാട്ടിൽ പച്ചയും മഞ്ഞയും നീലയും തമിഴന്മാരായിട്ട് നടക്കണവന്മാരും തമിഴ്നാട് പിരിക്കണമെന്ന് പറഞ്ഞ് നടക്കണവന്മാരും എന്താണ്, ഒരു പൊതുശല്യമാണ്. ഇവന്മാരെ നമുക്ക് അങ്ങനെ അങ്ങ് ഡീൽ ചെയ്താൽ മതി. അതായത് ഈ കിഴങ്ങന്മാരെ അങ്ങനെ ഡീൽ ചെയ്താൽ മതി, അല്ലാതെ ഇവന്മാരെ ഡീൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് നമ്മുടെ മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു സുപ്രധാനമായിട്ടുള്ള വിധിയിൽ പറയുന്നത്. അതായത് ഇത് രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ല, ഇവൻ ശല്യം, ഇവൻ അഴുക്കൻ, ഇവൻ കൊള്ളൂല എന്നാണ് കോടതി കൃത്യവും ഇതേ വാക്ക് ഞാൻ ശല്യം എന്ന വാക്ക് തന്നെയാണ് കോടതി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തമിഴ്നാടിനെ പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും അതിനായി ഇവൻ എങ്ങനെയാണ് രാജ്യമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അവൻ എല്ലാം വിശദമായിട്ട് കാണ്ടമായിട്ട് എഴുതിയിട്ട് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ കൊണ്ടാണ് അവൻ കൊടുത്തിരിക്കുന്നത്. ഇവൻ പറയുന്നത് തമിഴ്നാട്ടിലെ പ്രത്യേക രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ബ്ലൂ പ്രിൻറ്റും അവൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ഒളിപ്പോര് നടത്തണം എന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഒളിപ്പോര് നടത്തണം. അതാണ് തമിഴ്നാടിനെ പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള നമ്മളുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. ആഹാ എന്ന് കോടതി ചോദിച്ചിട്ട് ഇവനൊരു ഷോക്ക് കൊടുത്തേരെ എന്നും കോടതി പറയുന്നുണ്ട്. എന്തായാലും തമിഴ്നാടിനെ പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും അതിനായി ഒളിപ്പോര് നടത്തണമെന്നുള്ള ആഹ്വാനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളടങ്ങിയ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് 2 പ്രസാധകരുടെ പേരിലെടുത്ത രാജ്യദ്രോഹ കേസ് കോടതി എന്ത് ചെയ്തു? റദ്ദാക്കി. കോടതി ഇത് റദ്ദാക്കിക്കൊണ്ടാണ് കോടതി പറഞ്ഞത് യവന്മാരെ ഒന്നും രാജ്യദ്രോഹികളായിട്ട് കാണാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. കഴകം പഠിപ്പകം എന്നാണ് യവന്മാരുടെ ആ പുസ്തകത്തിൻ്റെ പേര്. ആ പ്രസാധക സ്ഥാപനം 2014 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ആക്ച്വലി അതിന് രാജ്യദ്രോഹ കേസ് എടുത്തു. പക്ഷേ കോടതി ഇത് റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞു രാജ്യദ്രോഹമല്ല, അവന് മാനസിക രോഗമാണ് എന്ന് കോടതി പറഞ്ഞു. തമിഴ്നാടിനെ പ്രത്യേക രാജ്യമാക്കി മാറ്റണമെന്നും അതിന് ഒളിപ്പോര് അവലംബിക്കണമെന്നും തമിഴരശൻ എന്നയാൾ 1967 കോയമ്പത്തൂരിൽ വെച്ച് ആഹ്വാനം ചെയ്ത വിവരവും ഈ പുസ്തകത്തിലുണ്ട്. പുസ്തകത്തിന്റെ രചയിതാവ് മരിച്ചുപോയി. പ്രസാധകരായിട്ട് 2 പേരുണ്ട്. ഈ 2 ആളുടെയും പേരിൽ 2019 പോലീസ് കേസെടുക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ള കേസിനെതിരെ പ്രസാധകർ ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് റദ്ദാക്കുന്നതിന് ആ സമയത്ത് സംസ്ഥാന സർക്കാരാണ് അതിന് എതിര് നിന്നത്. തമിഴരശൻ തമിഴ് ലിബറേഷൻ ഫ്രണ്ടിന് രൂപം നൽകിയ 1967 പ്രത്യേക തമിഴ് രാഷ്ട്രവാദം വിദ്വേഷജനകമായിരിക്കാം, എന്നാൽ ഹൃദയം കൊണ്ടൊന്നായ രാഷ്ട്രീയമായി കഴിഞ്ഞ ഇന്നത്തെ ഇന്ത്യയിൽ ഇത്തരം പരാമർശങ്ങളെ ശല്യമായി കരുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് കോടതി നിരീക്ഷണം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് എന്ന് കോടതി, അതായത് സുപ്രീം കോടതി വ്യക്തമാക്കി പറഞ്ഞു. ഹൈക്കോടതി ഇത് ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. കേസിലെ തുടർ നടപടികൾ 2022 കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പച്ചത്തമിഴനും മഞ്ഞത്തമിഴനും നീലത്തമിഴനും എല്ലാം ഗോ ടു യുവർ ക്ലാസസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ശരി.